നിങ്ങളുടെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അങ്ങനെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും അതൊന്ന് പറയാട്ടോ. ഇന്നത്തെ അൺബോക്സിങ് കാണാൻ അമ്മ ഇച്ചിരി ഹാപ്പി ആയിരിക്കും. കാരണം എന്റെയാ മൊത്തം കാണിക്കാൻ പോയത്. കാരണം ആരോ പറഞ്ഞു ഈ അൺബോക്സിങ് കണ്ടല്ല ബോധം കിട്ടു പോണേന്ന്. തിരക്കേടില്ല, എനിക്കെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ടത്തിലായിരിക്കും. എന്നാ അവസ്ഥ ഭയാനക. വേറെ മണാ കുണാ മണാന്ന് സംസാരം വേണ്ട, മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ? ഇത് ബാധിക്കാനുള്ള ഹാപ്പിയാ. ഇതിലല്ല, ഇതില് ഇന്നെന്നാ സ്പെഷ്യൽ ഐറ്റം ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചേക്കണം, ഞാൻ കണ്ടു. വേറെ അത് ഞാനിപ്പോഴും ഉണ്ടായിരുന്നു. അപ്പച്ചി അരി വറുത്തങ്ങ് പൊടിച്ചു. നന്നായി. കൊറേ നാളായി അത് കഴിച്ചിട്ട്. ഡിസംബർ 1 ശേഷം പിന്നെ ഇപ്പഴാ കഴിക്കാൻ പോണേ. ഇടയ്ക്ക് കഴിക്കാറുണ്ട്. ഞാനിപ്പോഴും ഉണ്ടാവുമ്പോഴേ ഉണ്ടാക്കാറില്ലെന്ന് മാത്രം. പണിയൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാക്കാറില്ല ഒന്നും തന്നെ. പണിയൊക്കെ ഒന്ന് ശമിച്ചു. അകത്തായിട്ടുള്ള പണിയേ ഉള്ളു ഒരാഴ്ചത്തേക്ക്. പോയി കഴിച്ചോ. നിനക്ക് കാപ്പി വേണ്ടല്ലോ? വേണം? വേണ്ട വേണ്ട, ചൂടത്ത് വെച്ചിട്ടുണ്ടോ? ഈ കപ്പി ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഡിക്കോഷൻ ഉണ്ടാക്കിയോ? പിന്നെ പിന്നെ 2 ദിവസം ഉണ്ടാക്കി. 2 ദിവസം ഉണ്ടാക്കിയോളൂ. നല്ലതാ ഡിക്കോഷൻ. പാളയംകുടം കൊണ്ട് ഇത് ഉണ്ടാക്കൂലേ? ഓ, പാളയംകുടം കൊണ്ട് ഉണ്ടാക്കിയ വെള്ളം ഒലിക്കും അല്ലേ? പോയി കഴിക്കുന്നേ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട 4 മണി പലഹാരങ്ങളിൽ ഒന്നാണ് ഈ തമുക്ക് കേട്ടോ. തമുക്ക് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. അരി വറുത്ത് പൊടിച്ചുണ്ടാക്കണതല്ലേ, ശർക്കര പാനിയൊക്കെ ഒഴിച്ച് ഒരു പ്രത്യേക ടേസ്റ്റ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ ടേസ്റ്റിയുവാ. ഞാലിപ്പൂവൻ പഴം ഇളക്കണേ. ഞാലിപ്പൂവൻ പഴം വേണം, അതാണ് നല്ലത്. പാളയംകുടൻ എടുക്കില്ല അല്ലേ? പാളയംകുടൻ എടുക്കുക, അപ്പം തന്നെ ഉപയോഗിക്കണം. നനവ് കൂടി പോവല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ്. ഉണ്ടാക്കി വെച്ചേക്കരുത്. ഞാലിപ്പൂവൻ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല. അതാണ് പ്രത്യേകത. അപ്പം നല്ല ടേസ്റ്റിയാ. പാകം മധുരമുള്ളൂ, ഒരുപാട് മധുരമൊന്നുമില്ല, കറക്റ്റ് മധുരം. അതുകൊണ്ടും മധുരത്തിന്റെ കുത്തലൊന്നുമില്ല. പണ്ടത്തെ ഒരു ആഹാരമാണിത്. പണ്ടത്തെ പലഹാരം എല്ലാ വീടുകളിലും പഴം ഉണ്ടാവും. അന്നീ ചുമ്മാ ശർക്കര ചീയിട്ടാ വന്നത്. ശർക്കര ചീയി ഈ തമുക്ക് നേർച്ചയായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരിക്കൽ ഡിസംബർ 1 പെരുന്നാളിന്, തമുക്ക് നേർച്ച പെരുന്നാളിന് പോയപ്പോൾ അവിടുത്തെ വീഡിയോ ഇട്ടില്ലേ, അന്നേരം കുറെ പേര് പറഞ്ഞു അവരുടെ നാടുകളിലും തമുക്കൊരു നേർച്ചയായിട്ട് കൊടുക്കുന്നുണ്ടെന്ന്. അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെയാണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളുടെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അങ്ങനെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും അതൊന്ന് പറയാട്ടോ. വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ. നമുക്ക് ഈ പ്രദേശത്തെ മാത്രമേ അറിയുള്ളൂ. പല പള്ളിയിലുണ്ട്. പള്ളിയിലുണ്ട്. ഓ, ആ സമയത്ത് അന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുര പലഹാരല്ലേ? ഇന്നത്തെ അൺബോക്സിങ് കാണാൻ അമ്മ ഇച്ചിരി ഹാപ്പി ആയിരിക്കും. കാരണം എന്റെയാ മൊത്തം കാണിക്കാൻ പോയത്. കാരണം ഞാൻ പറയണില്ല. ഇന്നാള് ഒരു ഇതൊക്കെ പിടിച്ചോ. ഇതിട്ട് കഴിഞ്ഞപ്പോ ആരോ പറഞ്ഞു ഈ അൺബോക്സിങ് കണ്ടല്ല ബോധം കിട്ടു പോണേന്ന്. കാരണം എല്ലാ വീക്കെൻഡിലും ഓരോ സാധനങ്ങൾ കൊണ്ടുപോകാനെ കണ്ടോണ്ട് ഞെട്ടി പോവാറുണ്ട് പലപ്പോഴും. അത് സാരിയും മറ്റും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സാരികൾ തരാതരം അടുപ്പിച്ചടുപ്പിച്ച് റേറ്റ് കൂടിയ സാരികളും മറ്റും വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്ന ആളല്ലെന്ന് നിങ്ങൾക്ക് ഇതിനോടകം എന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള കോട്ടൺ സാരി യൂസ് ചെയ്യുന്ന ആളാണ്. 1. 2, ഫങ്ഷനുകൾക്ക് പോകുമ്പോൾ മാത്രമാണ് ഇച്ചിരി കോസ്റ്റ്ലി സാരി യൂസ് ചെയ്യാറുള്ളൂ. 3, ഇപ്പം 1-2 ഈ വേനൽ സമയം ആയതുകൊണ്ട് 1-2 ഫംഗ്ഷന് പോയപ്പോൾ സാധാന്ന് വെച്ചാൽ കോസ്റ്റ്ലി സാരിയൊക്കെ തന്നെ ആട്ടോ എന്നെ സംബന്ധിച്ച സാരികൾ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കൊടുത്തത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഓരോന്ന് തുറക്കാം. ഇത് ഏതായാലും തിരക്കേടില്ല, എനിക്കെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ടത്തിലായിരിക്കും. ഇല്ല, അമ്മയ്ക്ക് ഒന്നുമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ അതിനകത്ത്. വളരെ നന്നായി. അപ്പൊ ഈ ഡ്രസ്സ് തന്നെ ആദ്യം തുറക്കാം. ഇവിടെ വെക്കാവോ ഇതിന്റെ പുറത്ത്? വെച്ചോ. പക്ഷേ ടേബിൾ മാറ്റ്, ന്യൂസ് പേപ്പർ ഇങ്ങനെ എടുത്തേ. ടേബിൾ മാറ്റിന് പുറത്ത് വെക്കണ്ട. ഇവിടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ചൂടുകൊണ്ട് തലവേദന എടുക്കാറുണ്ടോ? എനിക്ക് ചൂടുകൊണ്ട് തലവേദന വരെ എടുക്കും ഉച്ചയാവുമ്പോൾ. വെള്ളമൊക്കെ ഇഷ്ടം പോലെ കുടിക്കണ്ട്, പക്ഷെ അതിൻ്റെ ഒന്നുമല്ല, ചൂടിങ്ങനെ മൂത്ത് കഴിഞ്ഞ് പെരക്കാത്തായിരിക്കണം. എന്നിട്ട്
എന്നാ അവസ്ഥ ഭയാനകം. ഇടയ്ക്കിടയ്ക്ക് ഒരേ ചെറിയ മഴ പെയ്തു, ഒരു മഴ ചിരിച്ചേ പെയ്തു, പിന്നെ കാറ്റെടുത്ത് ചെറിയ പൊടിമഴകളൊക്കെ ഉണ്ടായെങ്കിലും ചൂട് കൂടുതലാട്ടോ. പിന്നെ നമുക്ക് തുറക്കാം, ഓരോന്നെങ്കിൽ എടുക്കാം അല്ലേ. ഇതെന്നാ കുറ്റിക്കൊഴിച്ചാലാണല്ലോ. അത് ഞാൻ ഇപ്പൊ ഇട്ടോണ്ട് വന്നതല്ലേ, അപ്പൊ അത് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ വെച്ചു എന്നുള്ളൂ. പുള്ളിക്കാരൻ തയ്ച്ചതല്ലേ, മെറ്റീരിയൽ എടുത്തു കൊടുത്ത. അതെ 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 അതെ, കോട്ടനാണ്. ബാത്തിക് പ്രിന്റാ അമ്മ എപ്പോഴും പറയാറില്ല, പ്യുവർ കോട്ടൺ. അതങ്ങ് വിടുത്തി കാണിച്ചോ, കാരണം അത് ഓൾറെഡി വിടുത്തിയായിരിക്കുന്നേ. അപ്പൊ കുഴപ്പമില്ല. സ്റ്റിച്ച് ചെയ്തതാണ്. എണീറ്റ് നിന്ന് കാണിക്കേ. എനിക്ക് പറ്റൂല. അതെ, ഇങ്ങനെ കാണിച്ചാലും മതി. എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യണം, ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്യിച്ചതാട്ടോ. അതെ 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 അതെ. പലാസോയാണോ? പലാസോ ബോട്ടാ, അതും നല്ലതാ. ലൂസ് ബോട്ടം, സമ്മർ സ്പെഷ്യൽ ലൂസ് ബോട്ടം, പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ചെറിയൊരു ഗ്ലേസിങ് പോലെ ഉണ്ട്, ഒരു ഫോയിൽ പ്രിന്റ് പോലെ അതുണ്ട്. പക്ഷെ നല്ല കളറാ, ഒരു വെറൈറ്റി കളറാ, ഒരു പിങ്ക് വിത്ത് പർപ്പിൾ മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കളർ. അതെ. അപ്പം ഇത് ഇട്ടാ ഭയങ്കര സുഖാട്ടോ, വേനൽക്കാലത്ത് പ്രത്യേകിച്ച്. ലൂസും അല്ലേ പിന്നെ. അതെ 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 അതെ, വേനൽക്കാലത്ത് ട്രെൻഡാണ് പലാസോ ബോട്ടം. ശരിയാണ്, നല്ലതാ, നല്ല കളറും ആട്ടോ. മെറ്റീരിയലും പ്യുവർ കോട്ടൺ. അതെ, അപ്പൊ അത് ഇട്ടത് ഇനി ഇത് വാഷ് ചെയ്യാനുള്ളതാ. അതെ, പിന്നെ ഇതിങ്ങനെ ഇരുന്നോട്ടെ. ഇപ്പൊ മറ്റേത് ഓരോന്ന് എടുക്കാം. ഓരോന്നെടുത്തോ. അതും എടുത്തി കാണിച്ചോ. അത് നെറ്റിക്കിടാനുള്ള. അത് ഇവിടെ ഇടാനായിട്ട് മേടിച്ചതാ, മാക്സിന്ന് മേടിച്ചതാ. നല്ല ടീഷർട്ടാ കേട്ടോ. ആ പൂ കണ്ടോ, നല്ല ഭംഗി. നിനക്ക് ഈ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആണ് അവിടെ പറ്റിയതിൽ നല്ലത് കണ്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല, അതങ്ങ് മാറ്റിക്കോ. ഒരെണ്ണം മേടിച്ച്, ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം മേടിച്ചാ പോരാ. ഈ ഡ്രസ്സ് ഇപ്പൊ എല്ലാത്തിന്റെയും കൂടെ തുണിയും തയ്യൽ കൂലി എത്രയാന്ന് ഞാൻ അവസാനം പറയാട്ടോ, ലാസ്റ്റ് പറഞ്ഞാ മതി. എല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പൊ അമ്മ പറയും ഒരെണ്ണം മതിയോ പോരായികയാണോ എന്നൊക്കെ. എല്ലാം മടക്കി മടക്കി ഇരിക്കണോണ്ടേ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക്. ഉടങ്ങി പോകാതെ ഞാൻ എടുക്കുന്നത്. അതടുത്തത് ആ മോഡൽ കേട്ടോ, ഡബിൾ ഷെയ്ഡ് ബ്ലാക്കാ. അത് വേണമെങ്കിൽ നമുക്കൊരു വീഡിയോയിൽ കാണിക്കാം, അത് ഫുള്ളായിട്ട് ഇട്ടിട്ടെ. അത് റെഡ് പലാസോ ആണ്. മനസ്സിലായി, പലാസോ അല്ലേ? അത് ബാത്തിക്കാ. പണ്ടുണ്ടായിരുന്ന ഇതാ ബാത്തിക്കിന്റെ ടോപ്പുകൾ മേടിച്ച് തേപ്പിച്ച്. ഇത് ഇട്ട് കാണിക്കാം, ഇനിയിപ്പോ ഇത് വിടുത്തണില്ല. അതെ അതെ, അത് കയ്യിലും കഴുത്തിലും ഒക്കെ അതിന്റെ പാച്ചസ് ചെയ്താണോ പുള്ളി? കഴുത്തൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് തയ്ച്ചിരിക്കുന്നത്. മനസ്സിലായി. അത് ഇടുമ്പോ നോക്കാം. അതെ, ഇടുമ്പോ കാണിക്കാം. ഓരോന്നും വീഡിയോ കാണിക്കാം നമുക്ക് കേട്ടോ, അപ്പൊ രസമായിരിക്കും. ഇപ്പൊ എല്ലാം മടക്കി വെച്ചേക്കുമല്ലേ, മടങ്ങി തന്നെ ഇരുന്നോട്ടെ, അതാണ് നല്ലത്. ഇനി അടുത്തത് ഞാൻ മടക്ക് പോവാതിരിക്കാൻ അങ്ങനെ സൂക്ഷിച്ച് നോക്കി എടുക്കണം. ഇത് ആ മോഡൽ തന്നെയാണല്ലോ. ഇത് ഇക്കട്ട് പ്രിന്റ്, ഇക്കട്ട് പ്രിന്റ് ആണ്. ഒരു പ്രത്യേക ഇക്കട്ടല്ലേ ഇത്. കൈ എങ്ങനെയാ? കൈയൊക്കെ സാധാരണ പോലെ തന്നെ 3/4 ആണ്. ഒരു പ്രത്യേക ഇക്കട്ടാ, നല്ല കളറാ. കളർ നല്ലതാ. പർപ്പിൾ ഞാൻ മേടിച്ചതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറിലാണ് കാശ്മീരിൽ പർപ്പിൾ പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പൊ പർപ്പിളിന്റെ ഒരു കോമൺ കളറാണ് ഈ നിറം വയലറ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു പർപ്പിള് നോക്കിയെടുത്തത് കേട്ടോ. പലാസോ ബോട്ട എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം പോലെയാണ്. ഞാൻ മടക്കി ഇരിക്കുന്നതുകൊണ്ട് ഇടുമ്പോ അതിന്റെ വീഡിയോ എടുത്താൽ മതി. അതെ അതെ അതെ, ഓരോന്ന് ഇടുമ്പോ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഉള്ളത് കൊണ്ട് അതെല്ലാം നിവൃത്തിയെ ശരിയാവില്ല. അതെ, തേച്ചിട്ടാ നമുക്ക് തയ്ച്ച് തരണതേ. അപ്പൊ അത് പിന്നെ അലമ്പാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അതിങ്ങ എടുത്തോന്ന് പറഞ്ഞാൽ ഞാൻ ഉടയാതെ നോക്കാം. അതിന് രണ്ടിനും കൂടെ ഒരു ബോട്ടാ. ആണോ? അതുകൊണ്ട് ഒരുമിച്ച് ഞാൻ എടുത്തോ. എടുത്താ കുഴപ്പമില്ല. ഇതൊന്ന് ഇതാദ്യം കാണിക്കാം. ഇതൊക്കെ മോഡൽ ഏകദേശം ഒരുപോലെ കഴുത്തുകളും ഒന്ന് തന്നെ. ഷർട്ട് മോഡല്. പക്ഷെ ഇറക്കത്തിനൊക്കെ വ്യത്യാസമുണ്ട്, അതൊക്കെ വീഡിയോയിൽ ഇടുമ്പോ കാണിക്കാം കേട്ടോ. ആ തുണി കണ്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് മുരിമുരാന്നിരിക്കുന്ന കോട്ടൺ തുണി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോഫ്റ്റ് അല്ല, ഇതാ നല്ല മൈൽഡ് കളറാണ്. ഇതിനും കൂടെ ഒരു പലാസോ ആയിരിക്കും. അതെ അതെ അതെ, ഇത് നല്ല മെറ്റീരിയൽ അല്ലേ? എന്നോട് പറഞ്ഞ ഹക്കോബയുടെ അല്ലേ? നല്ല പ്രിന്റുള്ള ഹക്കോബ, നല്ല രസമല്ലേ?
ചെറിയ ഹോൾസ് അതുകൊണ്ട് ലൈനിങ് വേണ്ട, ഇന്നർ ഇട്ടാ മതി. മതി മതി മതി. അത് അങ്ങനെ ഹോളെന്ന് പറയാൻ മാത്രം ഇല്ല അതിന്. ഇല്ല, നല്ലതാട്ടോ, കോമ്പിനേഷൻ നല്ലതാണ്. എനിക്ക് ഈ കലങ്കാരി കോട്ടനോട് എന്തൊരു ഹരാണെന്നറിയാം. മുതലേ അങ്ങനെയാ. അതെ 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 അതെ. ഞാൻ ഓർക്കണ്ടായിരുന്നു നീ പറയണേ. ഇപ്പൊ എത്ര ടോപ്പ് ഉണ്ട്? 1 2 3 4 5 ടോപ്പും 4 പലാസോയും അല്ലേ? അതിൽ വേറെ ഒരെണ്ണം വേറെ ഉണ്ടോ? ആ, അത് അളവ് കൊടുത്തതാ. അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അതിന്റെ അളവാ കൊടുത്തത്. തയ്പ്പിച്ചതല്ലേ? അല്ല, പാന്റും മേടിച്ചത്. ആ, രണ്ടും കോഡ് സെറ്റ്. എനിക്കറിയാം. ഇപ്പൊ കോഡ് സെറ്റ് ഭയങ്കര ട്രെൻഡ് അല്ലേ? അപ്പൊ അത് കാരണം കോഡ് സെറ്റ് ഞാൻ രണ്ടും ഓൺലൈനിൽ നിന്ന് മേടിച്ചത്. അളവ് ഇതായിട്ട് കൊടുത്തതായിരിക്കും. അതെ 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 അതെ. അതും നല്ലതാ. ഓരോന്നൊക്കെ നിങ്ങളെ ഇനി ഇട്ട് കാണിക്കാം കേട്ടോ. അതാ നല്ലത്. ആ പലാസോ ഒന്നുകൂടി കാണിച്ചേ. മറ്റേ പലാസോ ഇതിന്റെ താഴെ ഇരിക്കണം. കാണിക്കാം. ഒരു മിനിറ്റ് കാണിക്കാം. അത് നല്ല കളറാ. അത് ഞാൻ കുറെ സെലക്ട് ചെയ്താണ് ഈ ഒരു കളർ എടുത്തത്. ഇത് ഈ ചൂടടിക്കൂല ഒരു മെറ്റീരിയൽ. അതെ അതെ അതെ, വളരെ നല്ലതാ. നല്ല സോഫ്റ്റാ. അതിന്റെ സോഫ്റ്റ് ആണ്, ഒരു മൊരുമൊരാന്നിരിക്കുന്ന കോട്ടനാ. അതാണ് എനിക്കിഷ്ടം. അത് ആ പരുത്തിയുടെ അതേ ഒരു ഫീലിംഗ് കിട്ടും നമുക്ക്. നല്ലതാ. ഞാൻ അകത്തേക്ക് വെക്കട്ടെ. അക്കൂട്ടത്തിൽ ഒരു സാധനം കൂടെ കാണിച്ചു തരാവേ. ആ, അപ്പൊ ഈ 5 ടോപ്പ് എന്നല്ലേ പറഞ്ഞേ? 1 2 3 4 5. അല്ല 5 അല്ല 5 6. അത് ഒരെണ്ണം ഓൺലൈൻ അല്ലേ? ഇത് കൂട്ടാതെ 1 2 3 4 5 ടോപ്പും 4 പലാസോയും. 4 പലാസോയും. ഇതിന്റെ തുണി വാങ്ങിയ റേറ്റ് 5000 രൂപ ഇതിനെല്ലാത്തിനും കൂടെ. പിന്നെ സ്റ്റിച്ചിങ് ചാർജും കൂടെ വരുമ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും എന്ന് ഏകദേശം ഊഹിക്കാമല്ലോ. ഞാൻ എവിടെ എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് എറണാകുളത്തെ കോൺവെന്റ് ജംഗ്ഷനിലെ റിംഗീല എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിച്ചിങ് സെന്ററിലാണ് കേട്ടോ. അപ്പോൾ അതാണ് ആ, അത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ. ഇപ്പൊ മനസ്സിലായോ ഇത് എന്തുകൊണ്ടാ ഒരു ടോപ്പ് മേടിച്ചെന്ന്? ഒരു ബനിയൻ. അപ്പൊ ഒരു കാര്യം ചെയ്തോ, 2 ബനിയനും കൂടെ അങ്ങ് മേടിച്ചോ. വേറെ ഒന്നും അറിയണ്ട, മേടിച്ചോ. അത്രേ അറിഞ്ഞാ മതി. വേറെ അതിനെ പറ്റി അധികം സംസാരിക്കണ്ട. മാക്സിമം ചെല്ലുക, 2 നെറ്റിയിടാനുള്ള ബനിയൻ മേടിക്കുക. ദാറ്റ്സ് ഇനഫ്. വേറെ മണാ കുണാ മണാന്ന് സംസാരം വേണ്ട. മനസ്സിലായോ? അമ്മയ്ക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? എനിക്ക് ആ കറുപ്പ് വെറൈറ്റി. പ്രേക്ഷകർക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. ഇനി ഇട്ടും കൂടെ കാണിക്കാം. അപ്പോഴാണ് ഓരോന്ന് ഇടുമ്പോ വീഡിയോ എടുത്ത് കാണിക്കുക. അതെ, അന്നേരം അവര് അതിനെപ്പറ്റി വ്യക്തമായ അഭിപ്രായം പറയും. മാറ്റിയാക്കട്ടെ. ഇത് കഴുകാനുള്ളതാട്ടോ. ഇനി മറ്റേ കവർ. അതിൽ ആ പേപ്പർ കവറിൽ ഉള്ളത് ആദ്യം എടുത്തോട്ടോ. അതിലൊരു പേപ്പർ കവർ ഉണ്ട്. ആ, അത് തന്നെ. ആ, അതെടുത്തു നോക്കിയേ. അതെന്നാന്ന് ഇഷ്ടപ്പെട്ടോ? ഇത് ബാത്തിക്കാണുള്ള മറ്റേ സാരിക്ക് ഞാൻ മറ്റേ ബാത്തിക്ക് നാളെ ഉടുക്കാൻ എടുത്ത് വെച്ചേക്കോ ബ്ലൗസ്. അമ്മക്ക് ഈ കോട്ടൺ ഇഷ്ടമായതുകൊണ്ട് നല്ല രസമല്ലേ കോട്ടൺ? നല്ല ഭംഗിയാ. ഞാൻ ഈ ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഒരു ദിവസം മഞ്ഞണ്ടേയും പുളിമുട്ടി പോണം. കുറച്ച് സാരിയായിട്ട് ഞാൻ ബിഗ് ഷോപ്പറുമായിട്ട് വരും. എന്നിട്ട് അവിടെ കയറി മെറ്റീരിയൽ മാത്രം വാങ്ങിച്ച് നേരെ പോരും. ഭയങ്കര ചൂടാ. മെട്രോയിൽ വന്നിറങ്ങിയാൽ അമ്മ ഇപ്പൊ ആ ബസ്സിലും ഒന്ന് കയറിക്കോട്ടോ. അതായത് MG റോട്ടിൽ നിന്ന് ഒരു ഫീഡർ ബസ് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ആ ജനറൽ ഹോസ്പിറ്റൽ വഴി തിരിഞ്ഞ് സുഭാഷ് പാർക്ക് വഴി മേനക പോയി തിരിച്ച് ഹൈക്കോർട്ടിലെത്തി തിരിച്ച് MG റോഡിൽ വന്ന് അവസാനിക്കും. പക്ഷെ അതിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യം 20 രൂപയുള്ളൂ. വെറുതെ ഒന്ന് കറങ്ങാം ആ വഴി. തിരിച്ച് MG റോഡിൽ വന്ന് നിൽക്കും. അത് 20 രൂപ കൊടുത്താൽ മതി. മിനിമം മാക്സിമം അതാ. MG റോഡ് ടു MG റോഡ്. അപ്പൊ ഇത് എല്ലാം ബൈ ചെയ്തേച്ച് നല്ലതാ. മാംഗോ പ്രിന്റാ, നല്ലതാ. അതും ഞാൻ പർപ്പിൾ നോക്കി മേടിച്ചത്. അമ്മ പറഞ്ഞില്ലേ പർപ്പിൾ ഒരെണ്ണം നോക്കണ്ടെന്ന്. അതാ മനസ്സിലായി. ബ്ലൗസ് മെറ്റീരിയൽ ആട്ടോ. ഈ ടൈമിൽ ഇഷ്ടം പോലെ മെറ്റീരിയൽ ഇഷ്ടം പോലെ വരും. നല്ലതാ. ആ സാരിക്ക് ശരിക്ക് കറക്റ്റ് മാച്ചാണ്. നല്ല ഭംഗിയാ. 150 മീറ്റർ? 297. നല്ല കോട്ടനാ. അതാ. അഞ്ഞ് കവറിലിടണ്ട, 150 പണ്ടത്തെ കഥയാണ്. ഇപ്പൊ 200 തൊട്ട് മുകളിലേക്കേ ഉള്ളൂ റേറ്റ്. 300 രൂപ കൂട്ടാം ഒരു ബ്ലൗസ് മെറ്റീരിയൽ. പിന്നെ തയ്യൽ കൂലി വേറെ.
ആ തയ്യൽ കൂലി ഒന്നും പറയണ്ടല്ലോ അതിനെപ്പറ്റി പ്രത്യേകിച്ച്. ആ ഇത് മേടിച്ചല്ലോ. അതെ ഞാൻ സ്കോച്ച് ബ്രൈറ്റിന്റെ അല്ല മേടിച്ചേ, അതിന് ഒരെണ്ണം 80 രൂപയാ, ഇത് ഒരെണ്ണം 50 രൂപയാ. അപ്പൊ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ 2-3 പാക്കറ്റ് മേടിക്കാം. ഇത് സെറ്റ് ആയിട്ടുള്ളത് അവിടെ കണ്ടില്ല. ഇത് ഒരെണ്ണാണോ? ഇത് ഒരെണ്ണം അപ്പൊ ഇരിക്കുന്നത്. കുഴപ്പമില്ല നോക്കാം നമുക്ക്. അത് നല്ലതാണെങ്കിൽ പിന്നെ ഇത് മേടിക്കാലോ. ലുലുന്നാണോ? പക്ഷെ എന്റെ 3 മറ്റേത് ഇരിപ്പുണ്ടോ? അല്ല ഇനി അടുത്തത് എടുക്കുമ്പോ ഇതെടുത്ത് നോക്കാം. എന്നിട്ട് ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു 4-5 മേടിച്ചു വെക്കാം. 50 എന്നല്ലേ പറഞ്ഞേ? അതെ, ഇത് ഈ ടേബിളൊക്കെ വൈപ്പ് ചെയ്യണതാണ് കേട്ടോ. സ്പോഞ്ച് വൈപ്പ് റിങ്ക് കൊണ്ടുവന്നതാ മറ്റേത്. അതെ അതെ അതെ, അതിന് നല്ല വിലയാ കേട്ടോ. സ്കോച്ച് ബ്രൈറ്റ് 350 രൂപ വിലയുണ്ട് 5 അതില് നമ്മളിതിൽ നോക്കിയപ്പോഴല്ലേ ഇതിന്റെ റേറ്റ് കണ്ടത്. ഇത് ഡൈനിങ് ടേബിള് തുടയ്ക്കാനാണോ? ഡൈനിങ് ടേബിള് തുടയ്ക്കാം, ഗ്യാസിന്റെ തട്ട് തുടയ്ക്കാം, ഗ്യാസ് തുടയ്ക്കാം. ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഡൈനിങ് ടേബിളും തട്ടും ഒക്കെ തുടയ്ക്കാനായിട്ട് ഒരെണ്ണം ഉപയോഗിക്കും. എന്നിട്ട് പഴകുമ്പോ കുറച്ച് പഴകി കഴിയുമ്പോൾ അത് ഗ്യാസിന്റെ ബർണർ തുടയ്ക്കാനെടുക്കും. അങ്ങനെയാ. അപ്പൊ പഴകിയത് അതിനെടുക്കും, പുതിയത് ഇങ്ങനെ തുടയ്ക്കാനെടുക്കും. ടേബിൾ തുടയ്ക്കാൻ എല്ലാത്തിനും നല്ലതാ. ഇനി എടുക്കട്ടെ ഒരെണ്ണം. ഇത് കിട്ടിയില്ലോ. അത് ഞാൻ ജിയോ മാർട്ട് വഴി മേടിച്ചതാ. എത്രയായി ഇതിന്? ഇതിന് വിലയുണ്ട് 140 അങ്ങനെ ഏതാണ്ട് 140. ലെമൺ ജ്യൂസ് സിറപ്പ്. അത് ഞാൻ ഒരു ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചിട്ടേ അതിന്റെ കുപ്പി നല്ലതായതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഒരു കുപ്പി നേരത്തെ നമ്മളെങ്ങാണ്ടെന്ന് പോയത് കയ്യിലിരിപ്പുണ്ട്. എവിടെന്നോ എടുത്തത് പോലെ കൊണ്ടുവന്നത്. നല്ല ഷേപ്പാണ്. ഇനിയിപ്പോ ആ വർക്ക് ഏരിയയിലെ മൊത്തം മാറ്റണം ഒരു ചാക്കിലേക്ക്. ചേട്ടൻ പറഞ്ഞ ഈ ആഴ്ച പൊളിക്കാൻ നാളെ പോകാനുള്ളതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഇത് നിനക്കുള്ളതായി. അതൊക്കെ റോസ് വാട്ടറാ. അത് പേസ്റ്റ്. പേസ്റ്റ് വിസിബിൾ വൈറ്റ്. അത് ഇച്ചിരി തണുപ്പ് കിട്ടാൻ അലോവേരയുടെ ലോഷൻ മേടിച്ച് ചൂടില്ലേ വാസലിൻ മറ്റേ ഡബ്ബ വലുത്. അത് സ്റ്റിക്കിയാ, പക്ഷെ നല്ലതാ. പക്ഷെ അത് സ്റ്റിക്കിയാ. അപ്പൊ ഒരെണ്ണം അപ്പയ്ക്കും എനിക്ക് അപ്പയ്ക്ക് ഇങ്ങനെ ഒരെണ്ണം നിനക്ക് എപ്പോഴും മാർജിനിൽ വലുത് വരൂലെന്നും പറഞ്ഞു. അല്ല അതൊക്കെ എന്താ പറയാത്ത? അതെ, ഈ പേപ്പർ പൊതിയണത് സ്മൂത്തിക്കും ഓട്സ് ഉപ്പുമാവിനും. ക്യാരറ്റ് 2 പഴം. ഇതൊക്കെയാണ് അമ്മയുടെ ഹരം. പിന്നെ നപ്പക്കുള്ളത് കൊണ്ടുവന്നു. പക്ഷെ അതെ നമ്മൾ വിചാരിക്കുന്ന പീനട്ട് അല്ല, റോസ്റ്റഡ് അല്ല. ഞാൻ അവരോട് ചോദിച്ചു, അപ്പൊ അവരെ പറഞ്ഞ് ഇന്നലെ വരെ ഉണ്ടായിരുന്നു, തീർന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇന്ന് ഇതേ ഇരിപ്പുള്ളൂ. ഇത് സെമി റോസ്റ്റഡ് ഫോമാ, അതുകൊണ്ട് ചെറിയൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുറച്ചേ മേടിച്ചുള്ളൂ. നന്നായി. അപ്പൊ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ അൺബോക്സിങ്. എന്തുമാത്രം സാധനം. ഇതില് ഹാപ്പി ആണോ? ഹാപ്പിയാ. ഇതിലല്ല, പിന്നെ ഇത് 2 എടുത്തോളൂ. ഓക്കെ എടുത്തു വെക്കട്ടെ.